ചങ്ങായിമാർ എല്ലാവർക്കും സുഖല്ലേ? ഞാനിത് പറയാൻ പോകുന്നത് ഇസ്രായേലിലുള്ള എല്ലാ മലയാളികളെയും അട്ടിപ്പറ അവകാശം ഞാനാണ് ഏറ്റെടുത്തെന്ന് പറഞ്ഞെടുക്കുന്ന ഒരു ക്രിസംഗിയുണ്ട്, ജിബി യോഹന്നാൻ. മൂപ്പറെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. പച്ച വർഗീയത മാത്രം, വായ തുറന്നാൽ പച്ച വർഗീയത മാത്രം പറഞ്ഞ മൂപ്പറെ കുറിച്ച് കുറച്ചു കാലം മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ കുറച്ചു കാലം കഴിഞ്ഞപ്പോ വീണ്ടും കുരുപൊട്ടിക്കൊണ്ട് പുറത്തിറങ്ങിയിട്ടുണ്ട് ഈ ക്രിസംഗി ജിബി യോഹന്നാൻ. ഇപ്രാവശ്യവും ബങ്കറിൽ നിന്ന് കുരുപൊട്ടിക്കൊണ്ട് പുറത്തിറങ്ങിയത് എന്താണെന്നറിയാം? നെതന്യാഹു കൊല്ലപ്പെട്ടു എന്നുള്ളൊരു വാർത്തയുണ്ടല്ല കുറെ മാധ്യമങ്ങളിൽ, ഏതൊക്കെയോ മാധ്യമങ്ങൾ പ്രചരിക്കുന്നുണ്ടല്ലോ. ആ വാർത്ത കണ്ടിട്ടാണ് ഇവൻ കുരുപൊട്ടിക്കൊണ്ട് പുറത്തിറങ്ങിയിട്ടുള്ളത്. എന്നാൽ ഇവൻ കുരുപൊട്ടിക്കൊണ്ട് ചെയ്ത് ആ വീഡിയോ നമുക്ക് കാണാം. ആ വീഡിയോയിൽ ഉണ്ടല്ലോ കുറെ മോശം വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. ആ വാക്കുകളൊക്കെ ഞാൻ കട്ട് ചെയ്തിട്ടാണ് ഈ വീഡിയോ കൊടുത്തിട്ടുള്ളത്. എന്താണ് നമുക്ക് ഇവന്റെ കുരുപൊട്ടൽ കാണാം, അതിനുശേഷം ഇവന് നല്ല മറുപടിയും കൊടുക്കാം. ഏത് ദുഃഖവെള്ളിയാഴ്ചയുണ്ടായ മരമൂറൻ മതമൂത്ത മാധ്യമ ബെഞ്ചമിൻ നെതന്യാഹു അങ്ങ് മയ്യത്തായി എന്ന് എഴുതി കൊള്ളേണ്ടത്? ഏത് വാർത്താ മാധ്യമത്തിനാണ്? നിനക്കൊക്കെ അത്രയെങ്കിൽ നിന്റെയൊക്കെ തന്തയും തള്ളയും മയ്യത്തായി അല്ലെങ്കിൽ മരിച്ചുപോയി എന്ന ഒരു വാർത്ത വായിച്ച് ഇട്ടങ്ങ് കൊള്ളും. ഇതിലും സഭ്യമായ രീതിയിൽ എനിക്ക് സംസാരിക്കാൻ അറിയില്ലാത്തത് കൊണ്ടല്ല. നാട്ടിൽ നിന്ന് ഒരുപാട് പേര് അയച്ചു, ബീബി മരിച്ചോ, എന്താണ് സംഭവിക്കുന്നത്? ബീബി ഇന്നും ഇസ്രയേലിന്റെ പബ്ലിക് പ്ലാറ്റ്ഫോമുകളിൽ സാധാരണക്കാരനോടൊപ്പം പ്രോട്ടോകോൾ ലംഘിച്ചുകൊണ്ട് സാധാരണക്കാരനോടൊപ്പം ഇപ്പോഴും ഒരു പ്രധാനമന്ത്രി പദത്തെക്കാൾ ഉപരി സാധാരണക്കാരനോടൊപ്പം ഇന്നും ഇസ്രയേലിന്റെ തെരുവീതികളിൽ അദ്ദേഹം ഉണ്ട്. കഴിഞ്ഞ ദിവസം നിങ്ങൾക്ക് ടെല്ലവീവ് കത്തിക്കണമായിരുന്നു. അതിന് മുന്നത്തെ ദിവസം നിങ്ങൾക്ക് ഇസ്രയേൽ മുഴുവൻ കത്തിക്കണമായിരുന്നു. ഇന്നിപ്പം ബീബി കഷ്ടോടെ സ്വന്തം വീട്ടിലിരിക്കുന്ന അപ്പനമ്മയും പറയിക്കാതിരിക്കുക. നീ ഇതിന്റെ താഴെ വന്ന് നീയൊക്കെ എന്ത് കമന്റ് ഇട്ടാലും സമയം കിട്ടുന്ന പോലെ നല്ല രീതിയിൽ ഞാൻ അങ്ങോട്ടും തരും. കേട്ടല്ലോ, ബീബി മരണപ്പെട്ടു എന്നുള്ള വാർത്ത കേട്ടതാണ് ഈ ചങ്ങായിക്ക് ഇത്രമാത്രം കുരുപൊട്ടിയത്. ബീബി ഒലക്കേണ്ട മൂടാണ് ബീബി. ഇവൻ പറഞ്ഞത് ഇവന്റെ ബീബി ഇല്ലേ നെതന്യാഹു ജനങ്ങളുടെ കൂടെ എല്ലാ ദിവസവും ജനങ്ങളുടെ കൂടെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇങ്ങനെ ഇസ്രായേലിലോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കലാണ് പോലും. എന്റെ ചങ്ങായി, നിന്റെ ബീബിനെ ഉണ്ടല്ല, നിന്റെ ബീബിനെ കാണാതായിട്ട് 3 ദിവസമായി. ഇത് വേറെ ആരുമല്ല പറഞ്ഞത്, നിന്റെ ഇസ്രായേലുള്ള മാധ്യമങ്ങൾ തന്നെയാ പറയുന്നത് ബീബിനെ കാണാഞ്ഞിട്ട് 3 ദിവസമായി എന്ന്. ഇനി അഥവാ നീ പറഞ്ഞ പോലെ നിന്റെ ബീബി മരണപ്പെട്ടില്ലെങ്കിൽ ഉണ്ടല്ല, പേടിച്ച് പറിച്ച് ഏതോ ബങ്കറിന്റെ എന്നല്ല ബങ്കറിന്റെയും അടിയിൽ ഒളിച്ചിരിക്കുകയാണ് എന്റെ പൊന്ന് ക്രിസംഗി മോറ. അങ്ങനെയൊക്കെയാണ് കണ്ടില്ല നീ ഇപ്പൊ തള്ളുന്നില്ലേ, ഭയങ്കരമായ സംഭവമാണ് നിന്റെ ബീബി എന്ന് പറഞ്ഞ്. ആ തള്ളൊക്കെ വെറും തള്ളു മാത്രമായി പോലോ എന്റെ ജിബി യോഹന്നാനെ. പിന്നെ ഇവൻ തള്ളുന്ന പോലെ ഇവന്റെ ബീബിയെ നെതന്യാഹുവില്ലേ, മൂപ്പർക്ക് പ്രോട്ടോകോളും നോക്കാണ്ട് സാധാരണ ജനങ്ങളപ്പുറം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനുള്ള ഒരു ധൈര്യവും ഇല്ലാതെ ലോകത്തോട് എല്ലാവർക്കും അറിയാം എന്റെ ക്രിസംഗി മോറ. അങ്ങനെ സാധാരണ ജനങ്ങളുടെ കൂടെ പുറത്തിറങ്ങി നടക്കുന്ന ആൾക്കാരെ നിനക്ക് കാണണമെങ്കിൽ, ധൈര്യമുള്ള ആൾക്കാരെ കാണുന്നില്ല, നീ അങ്ങോട്ട് നോക്കണം. ഇസ്രായേലിലേക്കല്ല ഇറാനിലേക്ക് നോക്കണം. അവിടെയുണ്ടല്ല അവിടുത്തെ നേതാക്കന്മാർ എവിടെ ഒളിക്കുന്നില്ല, ഒരു ബങ്കറിൽ ഒളിക്കുന്നില്ല. അവിടെ സാധാരണ ജനങ്ങളുടെ കൂടെ അവിടെ തന്നെ നിൽക്കുകയാണ് എന്റെ പൊന്ന് ജിബി യോഹന്നാനെ. ഇവിടെയാണെങ്കിലില്ല നീ തളർന്ന നിന്റെ ബീബി ഉണ്ടല്ല 3 ദിവസമായിട്ട് എവിടെയാണെന്ന് ഇസ്രായേലുകാർക്ക് പോലും അറിയില്ല. നിന്റെ ഇസ്രായേലുള്ള ബാക്കിയുള്ള മന്ത്രിമാരുണ്ടല്ല നേരെ പാതാളത്തിലേക്ക് പോയിട്ടുണ്ട്, മാവേലിന്റെ അടുത്തേക്ക്. അവിടെ എങ്ങാനും ഈ ചങ്കായി ഉണ്ടോ നോക്കാൻ വേണ്ടി. ആ അവസ്ഥയിലാണ് നിന്റെ ബീബിയും നിന്റെ ഇസ്രായേലും ഇപ്പോൾ ഉള്ളത് എന്റെ ക്രിസംഗി മോറ. നമുക്കിനി ഈ ക്രിസംഗിന്റെ അടുത്ത മനോഹരമായ കുരുപൊട്ടൽ കണ്ടിട്ട് വന്നാലോ? നമ്മുടെ കേരളത്തിലെ ഇറാൻ ഫാൻസുകാർ ഇപ്പോൾ മോങ്ങുന്ന ഒരു ന്യായം, ഇസ്രായേൽ എന്തിനാണ് അമേരിക്കയെ കൂട്ടുപിടിച്ച് പാവ ഇറാനെ തകർക്കുന്നതെന്ന്. നേരിട്ട് ഒറ്റയ്ക്കടിച്ച് തീർത്താൻ പോരെന്ന്. ഒരു വർഷം പുറകോട്ടൊന്ന് പോകണം കേട്ടോ. അപ്പം ഈ ഹിസ്ബുള്ള, ഹമാസ്, ഹൂതികളെയെല്ലാം ഈ ഇസ്രായേലിലേക്ക് അറ്റാക്കിന് വിട്ടത് ആരാ? ഇറാനാ. ഇറാന്റെ പ്രോക്സികളാണ് ഈ പറയുന്ന ഹിസ്ബുള്ള, ഹമാസ്, ഹൂതികൾ. ഇവിടെ വന്ന് ഈ ഇത്രയും അരുംകൊലകൾ ചെയ്ത് പോയപ്പോഴും ഇറാനെ മാറ്റിവെച്ചിരിക്കുകയാണ് ഇസ്രായേൽ. മനസ്സിലായോ? അമേരിക്കയുടെ കൂട്ടുപിടിച്ചിട്ടല്ല ഹമാസിനെ, ഹൂതികളെ, ഹിസ്ബുള്ളയൊക്കെ ഈ പറയുന്ന ഇസ്രായേൽ തകർത്തത്. അമേരിക്കയുടെ കൂട്ടില്ലെങ്കിൽ തന്നെ ഇസ്രായേലിന് ഇതൊക്കെ ചെയ്യാൻ പറ്റും. അത് ഓൾറെഡി തെളിയിച്ച കാര്യമാണ്. അമ്പട പൊളുസു, നിന്റെ ഇസ്രായേലുണ്ടല്ല ഒറ്റക്ക് പറ്റും. നിന്നെ പോലത്തെ ടീമിനെ കൊണ്ട് ഇങ്ങനെ തള്ളിക്കാൻ വേണ്ടി മാത്രം ഒറ്റക്ക് പറ്റൂ. പിന്നെ നീ പറഞ്ഞ പോലെ ഇസ്രായേലുണ്ടല്ല അമേരിക്കനെ കൂട്ടുപിടിച്ചിട്ട് ഇറാനെ ആക്രമിച്ചില്ലേ, നമ്മളോ ഇറാൻകാരോ ഒന്നും മോങ്ങുന്നില്ല എന്റെ ക്രിസംഗി. നിങ്ങൾ അമേരിക്കനല്ല ഇനി അന്റാർട്ടിക്കനെ കൂട്ടുപിടിച്ചാലും നമുക്കൊന്നും യാതൊരു കുഴപ്പമില്ല. പിന്നെ ഈ ഇസ്രായേലിനോട് അമേരിക്കനെ കൂട്ടുപിടിക്കണ്ടെന്ന് എല്ലാരും എന്തിനാ പറയുന്ന അറിയാം. അമേരിക്ക ഉണ്ടല്ല പെരുവഴിയിൽ ഇസ്രായേലിനെ പെരുവഴിയിലാക്കിയിട്ടുണ്ടല്ലോ ഒരേറ്റവും മുങ്ങലങ്ങ് മുങ്ങും. അതായത് ഉണ്ടല്ലോ അമേരിക്ക
അപ്പോഴേക്ക് ഇറാന്റെ അടുത്ത് നല്ലത് കിട്ടാൻ തുടങ്ങുന്നു. ട്രംപും എല്ലാം നെതന്യാഹുവിനെ വിളിച്ചിട്ട് പറയും, നെതുമോനെ എന്തോ നമുക്ക് ഈ പരിപാടി നിർത്താം, എനക്കെന്തോ നല്ല ഉറക്കം വരുന്നതാണ് നെതുമോനെ, ഞാൻ മെല്ലെ ഉറങ്ങാൻ പോകുന്നത് ഒരൊറ്റ മുങ്ങലുണ്ടല്ല ട്രംപ് അങ്ങ് മുങ്ങും കേട്ടാ. പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്നറിയാം, നിന്റെ ബങ്കറിൽ ഒളിച്ചിരിക്കുന്ന ബീബി ഇല്ലേ, ബങ്കർ പോരാളി, ആ ബങ്കറിൽ തന്നെ ജീവിതകാലം മുഴുവൻ കഴിയേണ്ട അവസ്ഥ വരും. അതുകൊണ്ടാണ് എന്റെ ജിബി യോനാൻ മുത്തേ നിങ്ങൾ ഒരിക്കലും അമേരിക്കേന്റെ കൂട്ടുപിടിക്കണ്ടെന്ന് എല്ലാവരും പറയുന്നത്. അല്ലാണ്ട് ഒരു പേടിയും മണ്ണാങ്കട്ടിയും ഇറാൻ ഇല്ല മുത്തേ. ഒന്നുമില്ലെങ്കിൽ നിനക്ക് ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവില്ല, ഇറാൻ ഇപ്പൊ തീർക്കുന്നു പറഞ്ഞിട്ട് നിങ്ങൾ രണ്ടാളും കൂടി യുദ്ധം തുടങ്ങിയിട്ട് ഇപ്പൊ എത്ര ദിവസമായിട്ട് ഇറാൻ എന്തെങ്കിലും സംഭവിച്ചില്ല, ഒരു മണ്ണാങ്കട്ടി സംഭവിച്ചിട്ടില്ല. എന്തിനി അവരുടെ പരമോന്നത നേതാവിനെ നഷ്ടപ്പെട്ടിട്ട് പോലും അവർ പേടിച്ചിട്ടുമില്ല, യുദ്ധം നിർത്തിയിട്ടുമില്ല. ഇപ്പോഴുണ്ടല്ലോ തിരിച്ചുള്ള ആക്രമണം കൂടിയിട്ടേ ഉള്ളൂ എന്റെ ക്രിസംഗി. നീയും നിന്നെ പോലത്തെ ക്രിസംഗികൾ മൊത്തം ഉണ്ടല്ല ഇറാന്റെ അടക്കം മിസൈൽ തീർന്ന് അറിയുമ്പോഴല്ല അവരവിടെ നിന്നല്ല മിസൈൽ ഇങ്ങനെ ഡസൻ കണക്കിന് അങ്ങോട്ടേക്ക് വിട്ടുകൊണ്ടേയിരിക്കുന്നു. അതായത് നീയും നിന്റെ ക്രിസംഗികളും കൂടി ബങ്കറിലിരുന്ന് വിഡൽസ് വിടുമ്പോഴല്ല ഇറാനെ വിടുന്ന് മിസൈൽ വിടുന്നു. എന്താണ് ക്രിസംഗി പറ, നിനക്ക് ഇനിയെങ്കിലും കുറച്ച് നന്നായി കൂടെ. നമുക്കിനി ഈ ക്രിസംഗി പറഞ്ഞ അവസാനത്തെ കുരുപൊട്ട ഡയലോഗ് കൂടി കേട്ടിട്ട് വരാം. പിന്നെ ഇറാന്റെ പൊതുവേദികളിൽ എല്ലാം എഴുതി വെച്ചേക്കുന്ന ഒരു കാര്യം ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യത്തെ ഉന്മൂലനം ചെയ്യുമെന്നതാണ്, അല്ലാതെ അമേരിക്കയല്ല. അതുകൊണ്ട് തന്നെ ഇസ്രയേലിന്റെ നിലനിൽപ്പിന് വേണ്ടി ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യം അതിന്റെ പൂർണ്ണ അപ്ഡേറ്റഡ് ടെക്നോളജി ഉപയോഗിച്ച് ഇറാനെ തകർക്കാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ. അതിന് അമേരിക്ക കൂട്ടുപിടിക്കേണ്ട അവസ്ഥയില്ല. നിങ്ങൾക്ക് ഇറാൻ എന്ന് പറയുന്ന കേരളത്തിലെ ഫാൻസുകാർക്ക് നിങ്ങൾ എന്തിനാണ് ഈ ഹമാസിനെ, ഹൂതികളെ, ഹിസ്ബുള്ളയൊക്കെ ആദ്യം ഫസ്റ്റ് കളത്തിറക്കിയത്? അതുപോലെ അമേരിക്കയുടെ മാത്രമല്ല ഈ ലോകത്തിന്റെ മുഴുവൻ നന്മ ആഗ്രഹിക്കുന്ന രാജ്യത്തിന്റെ രാജ്യസ്നേഹികൾ ആഗ്രഹിക്കുന്ന കാര്യം ഈ പറയുന്ന ആണവായുധങ്ങളൊക്കെ ചുമ്മാ നൈസായിട്ട് ഡേ ബൈ ഡേ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഇറാൻ ഈ ലോകത്തിന് ആപത്താണ് എന്ന് ചിന്തിക്കാനുള്ള മൂളയുള്ളവർ ഇറാന്റെ സപ്പോർട്ട് ചെയ്യില്ല. എന്റെ പൊന്ന് ജിബി ക്രിസംഗി മൂളയുള്ളവരൊക്കെ ഉണ്ടല്ല ഇപ്പൊ ഇറാന്റെ കൂടെ തന്നെയാണ്. എന്തിന് ഇസ്രായേലുള്ളവരും അമേരിക്കയിലുള്ളവരുണ്ടല്ല തെരുവിലിറങ്ങിയിട്ട് ഇപ്പോഴല്ല ഇറാന്റെ കൂടെയാണ്. അതൊക്കെ അറിയണം കണ്ടില്ല നീ ഉണ്ടല്ല ആ ബങ്കറിലുള്ള ഇടക്ക് പുറത്തിറങ്ങി നോക്ക്, അപ്പോഴേ ഈ ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും നിനക്കൊക്കെ മനസ്സിലാകൂ. ലോകത്തിലെ ഒട്ടുമിക്ക രാജ്യങ്ങളും ഉണ്ടല്ല നിന്റെ നെതന്യാഹുവിനും ട്രംപിനും ഉണ്ടല്ല ഇപ്പൊ തള്ളി പറഞ്ഞു കഴിഞ്ഞ്. നിന്നെ പോലത്തെ ബങ്കറിൽ ഉറങ്ങി ബങ്കറിൽ തന്നെ എല്ലാ കാര്യങ്ങളും നടന്ന കുറച്ച് ക്രിസംഗിയില്ലേ, അവർക്ക് മാത്രമേ ഈ കാര്യമൊന്നും ഇതുവരെ മനസ്സിലാകാതായിട്ടുള്ളൂ. പിന്നെ നീ പറഞ്ഞ പോലെ ഇറാൻ ഉണ്ടല്ല ഇസ്രായേലിനെ തീർക്കുമെന്ന് എന്തുകൊണ്ടാ പറയുന്നത്? ഇസ്രായേൽ ചെയ്യുന്ന മനുഷ്യത്വരഹിതമായ കാര്യങ്ങളില്ലേ, അത് കാണുമ്പോ പിന്നെ നിന്റെ നെതന്യാഹുവിനെ അവിടെ വിളിച്ചുകൊണ്ട് പോയിട്ട് ഇറാന് വിളിച്ചുകൊണ്ട് പോയിട്ട് അവിടെ പട്ട് പരവതാനി വിരിച്ചിട്ടുണ്ടല്ല നിന്റെ നെതന്യാഹുണ്ടല്ല കുഴിമന്തി വാങ്ങിക്കൊടുക്കുക ഇറാൻ, അതല്ലേ ചെയ്യണ്ടല്ലേ? എന്നോടല്ല സത്യം പറഞ്ഞാണ്ടല്ല ഇസ്രായേലിൽ 2-3 ആൾക്കാർ മെസ്സേജ് ഇട്ട് എന്താ പറഞ്ഞറിയാം, ചേട്ടാ ഇവനെപ്പോഴുള്ള അതായത് നിന്നെപ്പോഴുള്ള ജിബിയോ അന്നാനിയും പിന്നെ അഖിലേഷ് ചേച്ചിയില്ലേ ഇവരെപ്പോഴുള്ള കുറച്ച് ക്രിസംഗി സംഘടനകൾ കൊണ്ട് അവിടെ അധ്വാനിച്ച് ജീവിക്കാൻ വേണ്ടി പോയിട്ടുള്ള ഒരുപാട് മലയാളികളില്ലേ അവരും അവരുടെ കുടുംബമില്ല ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ടെന്ന്. അതായത് ഇവരെ പോലുള്ള ആൾക്കാർ പച്ച വർഗീയത പറഞ്ഞുകൊണ്ട് അവരൊക്കെയാണ് ആ പാവപ്പെട്ട ഇസ്രായേലിൽ ജോലിക്ക് വേണ്ടി ജീവിക്കാൻ പോയ അവരൊക്കെയാണ് കഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് ഇസ്രായേലിലുള്ള എല്ലാ മലയാളികളെയും അട്ടിപ്പറവാശം എടുക്കുന്ന ജിബിയോനെ നിന്നെപ്പോലത്തെ വർഗീയവാദികളല്ല ഇസ്രായേലിൽ പോയിട്ടുള്ള എല്ലാ മലയാളികളെന്ന് നമുക്കറിയാട്ടാ. അതുകൊണ്ട് ഇസ്രായേലിൽ കുടുംബം നോക്കാൻ വേണ്ടിയുള്ള ഒരുപാട് പാവങ്ങളുണ്ട്, അവരെയൊന്നും നിന്റെ ഈ വർഗീയത പറഞ്ഞിട്ട് പെരുവഴിയിലാക്കൽ എന്റെ ക്രിസംഗി മോറ. അപ്പൊ ഇസ്രായേലിന്റെ പ്രിയപ്പെട്ട നെതുമോന 3 ദിവസമായി കാണാതായിട്ടും ഇപ്പോഴും വന്നിട്ട് കുരുപൊട്ടിക്കൊണ്ട് തള്ളുന്ന എന്റെ ജിബിയോ എന്നാനും പിന്നെ അനുഷ്ഠപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.